ഹായ് ഹലോ. നമുക്ക് ഇന്ന് കുറച്ച് സെമി സോഫ്റ്റ് സിൽക്ക് സാരീസ് അടുത്തൊരു ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരീസ് ആണ് കാണാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, ഈ കാണുന്ന സോഫ്റ്റ് സിൽക്ക് നമ്മള് കണ്ടോ, നല്ല റോസ് ഗോൾഡ് ആൻറ്റിക് വർക്കിലാണ് ഇത് ഫുള്ള് വന്നേക്കുന്നത്. ഇതാണ് ഇതിന്റെ പല്ലു പാട്ട് വരുന്നത്. കണ്ടോ, ആൻഡ് ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ് കേട്ടോ വരുന്നത്. അതിന്റെ കളർ കോമ്പിനേഷൻ വരുമ്പോ റോസ് ഗോൾഡ് പ്ലസ് നമുക്ക് ഇതേപോലത്തെ ഒരു ഗോൾഡ് സിൽവർ മിക്സിൽ വരുന്ന ഒരു മോട്ടീവ്സും കൂടെ നമുക്ക് ഇടകലർന്ന്, അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ടാ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഫുള്ളായിട്ട് റോസ് ഗോൾഡ് തന്നെയാണ്. ഇതേ കണ്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ ബ്ലൗസ് പീസിന് നമുക്ക് താഴെ വേണമെങ്കിൽ സ്ലീവിന് താഴെ ബോർഡർ കൊടുക്കണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഗോൾഡൻ ഒന്നും അത്രയ്ക്ക് ഇഷ്ടമില്ല, നമുക്ക് റോസ് ഗോൾഡ് ഒരു പുതിയൊരു സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടെയാണ്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് സിൽക്ക് ആണ് കേട്ടോ. സോഫ്റ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോ പ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പക്കയായിട്ട് കിടക്കുന്ന ഒരു സാരി, അങ്ങനത്തെ ഒരു ഫാബ്രിക്കും കൂടെയാണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് 798 ആണ്, 798 രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. കണ്ടോ, അത്യാവശ്യം നമുക്ക് ഫംഗ്ഷനൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്കിപ്പോ ഒരു ഓണം സീസൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കല്യാണങ്ങൾ ചിങ്ങത്തിലൊക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതേ ഒരു പേർപ്പസ് ഒക്കെ കണക്കാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടാവും, പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടാവും. കാരണം ഇപ്പൊ എന്റെ അമ്മൂമ്മയൊക്കെ പറയും സോഫ്റ്റ് ആയിട്ടുള്ള സാരി മതി, തളർന്നു കിടക്കുന്ന സാരി മതി, അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് മതി, കനമുള്ളതൊന്നും വേണ്ട എന്നൊക്കെ പറയും. അപ്പൊ അതേപോലെ നമുക്ക് കനമൊന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് വാരി വലിച്ചു കൊടുക്കാൻ പറ്റുന്ന, എന്നാ മൊഡാല് പോലെ ഒന്നല്ല, നമുക്കിപ്പോ പട്ട് സാരിയുടെ കണക്കാക്കി നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണാം നമുക്ക്. അപ്പൊ നമുക്ക് ഇപ്പൊ കണ്ടത് ബോട്ടിൽ ഗ്രീൻ ആണ്. അതെ, ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു വാഴക്കൂമ്പ് കളർ തന്നെ, പക്ഷെ എന്താ പറയാ, നമ്മൾ പറയില്ലേ ഒരു ഇളം പച്ച, ആ ഒരു ഷെയ്ഡ് ഉണ്ടോ. നല്ല വാഴക്കൂമ്പല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ഇല്ലേ, അതേപോലെ. എന്നാ ചെറുപയർ പച്ചും അല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ട ബോട്ടിൽ ഗ്രീനിന്റെ സെയിം ഡിസൈനിൽ വന്നേക്കുന്ന കളർ ചേഞ്ച് ആണ് ഇത്. ഓക്കെ, ഇതും അതുപോലെ തന്നെ ബുട്ടാസ് ആയിട്ട് ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടക്കുന്നു പറഞ്ഞില്ലേ. ഇതേ കണ്ടോ, ഇത് ചെറിയ മടക്കില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, അപ്പൊ അങ്ങനെ വരും കേട്ടോ. ആൻഡ് ഇതിന്റെ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡിസൈൻ വ്യത്യാസമുണ്ട്, പക്ഷെ ഇതേപോലെ സെയിം മെറ്റീരിയൽ നമ്മുടെ സെയിം പ്രൈസിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതേ കണ്ടോ, ഇത് വന്നിട്ട് ഇതേപോലെ ഒരു മെറൂൺ ഷെയ്ഡും, ഇതിൽ വരുമ്പോൾ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡും ആണ് വരുന്നത്. ഡിസൈൻ പാറ്റേണിലും വ്യത്യാസമുണ്ട്. റോസ് ഗോൾഡും ഇതേപോലെ ഒരു ആന്റി ഗോൾഡ് ആണ്, പക്ഷെ ഇതിൽ ഫ്ലോറലാണ്. ഇതിൽ വന്നിട്ട് വേറൊരു നമുക്കൊരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ നമുക്ക് ബ്ലൗസ് പീസ് കാണാം. ഇതിന്റെ ബ്ലൗസ് പീസും ഇതേപോലെ തന്നെ ബുട്ടാസ് ആയിട്ട് തന്നെയാ വരുന്നത്. കണ്ടോ, നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാ വരുന്നത്. ഫോക്കസ് ചെയ്ത് നോക്കിയാ കണ്ണണ്ട. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ഡിസൈനില് നമുക്ക് പല്ലു വരുമ്പോ ഇതേപോലെ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ അത്രയ്ക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോസോ അല്ലെങ്കിൽ സൂം ചെയ്തിട്ടുള്ള ഫോട്ടോസോ ഒക്കെ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ വരുന്നത് 9846086664 എന്ന് പറയുന്ന നമ്പറാണ് കേട്ടോ. അപ്പൊ 798 എന്ന് പറയുന്ന ഒരു പ്രൈസിൽ ഈ സോഫ്റ്റ് സിൽക്ക് സാരി നമുക്ക് വർത്ത് ആയിട്ടുള്ളതാണ്. അടുത്ത നമ്മളൊക്കെ ചിങ്ങൊക്കെ ഒന്ന് എല്ലാ ആഘോഷങ്ങൾക്കും പോയി അടിച്ചു പൊളിക്കേണ്ടതല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഒരു കളറ്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു നീലയാണ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ അല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ ടച്ചിലുള്ള ഒരു ബ്ലൂ കളറാണ്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോ ഉണ്ടല്ലോ, ഇതേപോലെയാണ് ഇതിന്റെ ബുട്ടാസ് വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെ വരും. ഫ്ലോറൽ അല്ല, ചെറിയ ചെറിയ ഡയമണ്ട് ഒരു കട്ടാണ് വരുന്നത്. നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് എനിക്ക് ഒരു വിഷ്വലി തോന്നുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇതിന്റെ പല്ലുവിനും പ്രത്യേകതയുണ്ട്. അതേ കണ്ടോ, പല്ലു ഫുൾ ആ ഒരു ഡിസൈൻ തന്നെ റോസ് ഗോൾഡ് മാത്രമായിട്ടാണ് വന്നേക്കണേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സിൽവറും, ഇപ്പൊ ഡിസൈൻ മോട്ടീവ്സിൽ വരുമ്പോ നമുക്കൊരു സിൽവർ ഗോൾഡ് മിക്സും റോസ് ഗോൾഡ് മിക്സും ആണ് വരുന്നത്. പക്ഷെ പല്ലൂല് വരുമ്പോ റോസ് ഗോൾഡ് മാത്രമാണ് കേട്ടോ.
നെക്സ്റ്റ് നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ തന്നെ ഇപ്പൊ ഞാൻ കാണിച്ചത് എല്ലാം തന്നെ സിംഗിൾ ടോൺ ആണ്. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഡുവൽ ആണ്. കാരണം ഇതിന്റെ ബോർഡർ വരുന്നതും അതുപോലെ തന്നെ പല്ലു വരുന്നതും കോൺട്രാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അതേ കണ്ടോ, ഇങ്ങനെ വരും. ഇതും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് ശരിക്കും. നമ്മുടെ ഒരു ട്രഡീഷണൽ വെയർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കണ്ടോ, നമ്മുടെ ആ ഒരു വൈൻ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇതിന്റെ മോട്ടീവ്സ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാങ്ങ, നമ്മുടെ ആദ്യം നമ്മൾ പറയില്ലേ ഒരു മാങ്ങ ഡിസൈൻ, ടെമ്പിൾ ഡിസൈൻ, ഇതൊക്കെ നമ്മുടെ ഒരു ഫേവറേറ്റ് ആണല്ലോ. അതേപോലെ വരുന്നത് ഭംഗിയില്ലേ ഈ ഒരു കോമ്പിനേഷൻ. നമ്മുടെ പച്ചയും മഞ്ഞയും നമ്മൾ ഇഷ്ടപ്പെടുന്ന അതേപോലെ തന്നെയാണ് ഈ ഒരു കോമ്പിനേഷനും. വൈനും ഈ ഒരു മസ്റ്റർഡ് യെല്ലോയും വരുമ്പോ നല്ല ഭംഗിയുണ്ടാവും. 798 എന്ന് പറയുന്ന പ്രൈസിലാവുമ്പോ നമുക്ക് കുഴപ്പമില്ലാത്തൊരു പ്രൈസിൽ നല്ലൊരു പാറ്റേണും കൂടെയാണ്. ഇതിന്റെ ബ്ലൗസ് പീസ് ഉണ്ടോ, ചെറിയ ചെറിയ ഒരു ഫ്ലോറൽ ബുട്ടാസ് ആണ് വന്നേക്കുന്നത്. എത്രത്തോളം കാണുന്ന അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അത് വാട്സാപ്പിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് അങ്ങനെ അയക്കാം എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള പല്ലു പാട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അപ്പൊ അതിന്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ. ഇത് ഡുവൽ ടോൺ വരുമ്പോ നമുക്ക് വരുന്നത് ദേ കണ്ടോ, നല്ലൊരു പീകോക്ക് ഗ്രീൻ ഷെയ്ഡിന്റെ കൂടെ പിങ്ക് ആണ് വരുന്നത്. അതിലും ആ ഒരു നമുക്ക് ആ ഒരു മാങ്ങ ഡിസൈനും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. കണ്ടോ, നെക്സ്റ്റ് നല്ലൊരു ഇളം പച്ച കളറും നല്ലൊരു പേർപ്പിൾ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതാണ് ഇതിന്റെ ബോർഡർ നമുക്ക് വരുന്നത്. ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വരുമ്പോ. ഇതിൽ കുറച്ചുകൂടി തെളിച്ചത്തിൽ നിങ്ങൾക്ക് ആ ഡിസൈൻ കാണാം കണ്ടോ. ആൻഡ് ഇതിന്റെ പല്ലു പാട്ട് വരുന്നത് ഇതാ, ഇപ്പൊ കാണിച്ചു തരാം. ഇങ്ങനെ വരും കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ തന്നെ ഒരു ജിമിക്കൊക്കെ വെയർ ചെയ്ത് കുറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ച് അങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരീസ് ആണ് ഇതൊക്കെ. ഒരു ട്രഡീഷണൽ സാരീസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രഡീഷണൽ അറ്റയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷനും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് നമുക്ക് സോഫ്റ്റ് സിൽക്കിന്റെ കൂടെ തന്നെ ഇത്രയും കൂടി നമുക്ക് ഒരു സിന്തറ്റിക് മിക്സ് വരുന്ന, അതായത് നമുക്കൊരു ജൂട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് കേട്ടോ. നീ കണ്ടോ, ഇതും അതേപോലെ തന്നെ മോട്ടീവ്സും പല്ലൂല് വർക്കും വരുന്ന മോഡൽ കണ്ടോ. ഇതേപോലത്തെ മോട്ടീവ്സ് ആണ് വരുന്നത്. ആൻഡ് പല്ലു വരുമ്പോൾ ഇതേപോലെ നല്ലൊരു ബനാറസി വീവിങ്ങിന്റെ ഒരു ലുക്കാണ് ശരിക്കും ഈ പല്ലൂല് വരിക കണ്ടോ. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് സെയിം നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നത് ബ്ലൗസ് പീസ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ്. കണ്ടോ, ഇതിന്റെ വർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മിക്സ് ആണ്. ഇതിന്റെ കളർ ചേഞ്ചസ് ആണ്. നമുക്ക് കളർ ചേഞ്ചസ് വരുമ്പോൾ ഇതില് പീകോക്ക് ഗ്രീൻ വരും. നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ആണ്. ശരിക്കും മെറൂണിന്റെ ഒക്കെ കണ്ടോ, ബനാറസി ആ ഒരു വീവിങ് തന്നെയാണ് കേട്ടോ പല്ലൂല് വരുമ്പോ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇത് വന്നിട്ടൊരു മസ്റ്റർഡ് യെല്ലോ.